നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. വളരെ പ്രധാനപ്പെട്ട രാജ്യം തന്നെ കാത്തിരുന്ന ഒരു കേസ്. കൊൽക്കത്തയിലെ ആർജിക്കർ മെഡിക്കൽ കോളേജിലെ ബലാത്സംഗ കൊല. അതിൽ പ്രതിക്ക് തൂക്കുകയർ ലഭിക്കുമോ എന്നുള്ളതായിരുന്നു കാത്തിരുന്നത്, ഉറ്റുനോക്കിയത്. എന്നാൽ കോടതി വിധി പുറത്തുവിട്ടിരിക്കുന്നു. ഡോക്ടറെ ബലാത്സംഗം ചെയ്ത് കൊലപ്പെടുത്തിയ സഞ്ജയ് റോയ് എന്ന പ്രതിക്ക് ക്രിമിനലിൽ ജീവപര്യന്തം ശിക്ഷയാണ് വിധിച്ചിരിക്കുന്നത്. മരണം വരെയും ജയിലിൽ തുടരേണ്ടി വരും. കൊൽക്കത്ത സീൽദ അഡീഷണൽ ജില്ലാ സെഷൻസ് കോടതിയാണ് കേസ് ഇപ്പോൾ വിധി പുറപ്പെടുവിച്ചിരിക്കുന്നത്. അപൂർവങ്ങളിൽ അപൂർവമായ കേസിന് മാത്രമാണ് തൂക്കുകയർ നൽകാൻ സാധിക്കുന്നത്. ഈ കേസ് അപൂർവങ്ങളിൽ അപൂർവമല്ല എന്നാണ് കോടതി പറയുന്നത്. പ്രതിക്കെതിരായിട്ടുള്ള കുറ്റം സംശയാതീതമായി തന്നെ തെളിയിക്കപ്പെട്ടു എന്നുള്ളതും വിധിന്യായം വായിച്ചുകൊണ്ട് കോടതി തന്നെ വ്യക്തമാക്കിയ ഒരു വിഷയമാണ്. കുറ്റം ചെയ്തിട്ടില്ല എന്നുള്ള കാര്യം ആവർത്തിച്ച് പറയുകയായിരുന്നു. പ്രതി തന്നെ കുടുക്കിയതാണെന്നും താൻ നിരപരാധിയാണെന്നുമായിരുന്നു വിചാരണ വേളയിൽ അടക്കം ചൂണ്ടിക്കാട്ടിയത്. പക്ഷേ അതൊന്നും തന്നെ കോടതി പരിഗണിച്ചിട്ടില്ല. വിധി വായിക്കുന്നതിന് മുൻപ് കോടതി പ്രതി സഞ്ജയ് റോയ്ക്ക് പറയാനുള്ളതൊക്കെ തന്നെ കേട്ടു. അതിനുശേഷമാണ് കുറ്റം തെളിയിക്കപ്പെട്ടു എന്നുള്ള കാര്യം നിഷ്പക്ഷമായി തന്നെ പറഞ്ഞത്. കഴിഞ്ഞ വെള്ളിയാഴ്ച സഞ്ജയ് റോയ് കുറ്റക്കാരനാണെന്ന് വിധി പുറത്തുവിട്ടിരുന്നു. രാജ്യത്തെ തന്നെ ഞെട്ടിച്ച, ഇതിനേറെ പറയുന്നു തല കുനിപ്പിച്ച ഒരു സംഭവമായിരുന്നു കൊൽക്കത്തയിലെ വനിതാ ഡോക്ടറുടെ കൊലപാതകം. ക്രൂര ബലാത്സംഗത്തിന് ശേഷമുള്ള കൊലപാതകം. രാജ്യത്താകമാനം പ്രതിഷേധം ഇരമ്പി. ഡോക്ടർമാരുടെ വ്യാപക പ്രതിഷേധം ഉയർന്നു. 2024 ഓഗസ്റ്റ് 9 ട്രെയിനി ഡോക്ടറെ ആശുപത്രിയിലെ സെമിനാർ ഹാളിൽ കൊല്ലപ്പെട്ട നിലയിൽ കണ്ടെത്തിയത്. പ്രതിയായ സഞ്ജയ് റോയ് ആ ദിവസം രാത്രി 11 മണിക്ക് തന്നെ ആശുപത്രിയുടെ പരിസരത്തുണ്ടായിരുന്നു. മദ്യലഹരിയിലായ പ്രതിയാണ് ഈ കൃത്യം ചെയ്തതെന്നും പുറത്തുപോയി പിന്നെയും മദ്യപിച്ചുവെന്നും ശേഷം പുലർച്ചെ 4 മണിയോടെ ഇയാൾ ആശുപത്രി കെട്ടിടത്തിനുള്ളിൽ കടന്ന് 40 മിനിറ്റിന് ശേഷം അത്യാഹിത വിഭാഗത്തിലെ വഴിയിലൂടെ പുറത്തു പോകുന്ന CCTV ദൃശ്യങ്ങളടക്കം കൃത്യമായ അന്വേഷണ സംഘം ശേഖരിച്ചിട്ടുണ്ടായിരുന്നു. ഇതിലൂടെ തന്നെയാണ് പ്രതി തന്നെയാണ് ഈ കൃത്യം നടത്തിയത് എന്നുള്ളത് ആദ്യമേ തന്നെ സംശയാതീതമായി തന്നെ പോലീസിന് കണ്ടെത്താൻ കഴിഞ്ഞത്. സെമിനാർ ഹാളിൽ ഉറങ്ങുകയായിരുന്ന വനിതാ ഡോക്ടറെ ലൈംഗികമായി ആദ്യം ആക്രമിക്കാൻ പ്രതി ശ്രമിച്ചു. ഡോക്ടർ കായികമായി ഇതിനെ ചെറുക്കാൻ ശ്രമിച്ചപ്പോൾ ശ്വാസം മുട്ടിച്ച് കൊലപ്പെടുത്തുകയായിരുന്നു. ബലാത്സംഗത്തിന് ശേഷമാണ് വനിതാ ഡോക്ടർ കൊല്ലപ്പെട്ടതെന്നാണ് പിന്നീട് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലടക്കം വ്യക്തമായത്. രാജ്യമൊട്ടാകെ വലിയ തോതിൽ തന്നെയാണ് ഇതിന്റെ പ്രതിഷേധമുണ്ടായത്. ഓഗസ്റ്റ് 10 സഞ്ജയ് റോയിയെ പോലീസ് അറസ്റ്റ് ചെയ്യുകയും ചെയ്തു. ഡോക്ടറുടെ മൃതദേഹത്തിന് സമീപത്തു നിന്നും കിട്ടിയ ബ്ലൂടൂത്ത് ഇയർഫോണിന്റെ ഭാഗം, ആശുപത്രി കെട്ടിടത്തിലെ CCTV ദൃശ്യങ്ങൾ, ഇതൊക്കെ തന്നെ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിലൂടെയാണ് പ്രതിയെ പിടികൂടാൻ കഴിഞ്ഞത്. കോടതി പിന്നീട് കേസ് പോലീസിൽ നിന്നും CBIക്ക് കൈമാറുകയും അന്വേഷണം CBI മുന്നോട്ട് കൊണ്ടുപോവുകയും കുറ്റകൃത്യത്തിൽ സഞ്ജയ് റോയ് മാത്രമാണ് ഉൾപ്പെട്ടത് എന്ന് CBIയും കണ്ടെത്തുകയും ചെയ്തു. അതിനുശേഷമാണ് പ്രതിക്കെതിരെ കൊലക്കയർ തന്നെ വേണമെന്ന ആവശ്യം രാജ്യത്താകമാനം ഉയർന്നു കേട്ടത്. പ്രതിയുടെ വസ്ത്രത്തിൽ അതുപോലെ തന്നെ ചെരുപ്പിൽ നിന്നുമൊക്കെ തന്നെ ഡോക്ടറുടെ രക്തസാമ്പിളും കണ്ടെത്തി. അതൊക്കെ തന്നെ DNA പരിശോധനയ്ക്ക് അയക്കുകയും അത് ശാസ്ത്രീയമായി തന്നെ തെളിയിച്ചെടുക്കാനും സാധിച്ചിട്ടുണ്ടായിരുന്നു. ഇതൊക്കെ തന്നെയാണ് ഏറ്റവും ഒടുവിൽ കേസിൽ ഏറ്റവും അധികം ഉതകുന്നതായി മാറിയത്, നട്ടല്ലായി തന്നെ നിന്നത്. ഈ സാഹചര്യത്തിൽ മെഡിക്കൽ കോളേജിനെതിരെയും ഗുരുതരമായ ആരോപണങ്ങൾ ഒരു ഘട്ടത്തിൽ ഉയർന്നിരുന്നു. കാരണം തെളിവ് നശിപ്പിക്കാൻ ശ്രമിച്ചതായും അന്വേഷണം വഴിമുട്ടിക്കാനും വൈകിപ്പിക്കാനുമായി മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പളായിട്ടുള്ള സന്ദീപ് ഘോഷ്, അതുപോലെ പോലീസ് ഉദ്യോഗസ്ഥരായ അഭിജിത്ത് മൊണ്ടാൽ എന്നിവരെയൊക്കെ തന്നെ CBI സംഘം തന്നെ അറസ്റ്റ് ചെയ്തു. ഇവർക്കെതിരെയും കുറ്റം ചുമത്തിയിട്ടുണ്ട്. 2024 നവംബർ 4 കേസിലെ പ്രതി സഞ്ജയ് റോയ്ക്കെതിരെ CBI കുറ്റപത്രം വളരെ വേഗത്തിൽ തന്നെ സമർപ്പിക്കുകയും ചെയ്തു. നവംബർ 11 കേസിന്റെ വിചാരണയും തുടങ്ങി. വളരെ വേഗത്തിൽ തന്നെ ജനുവരി മാസത്തിൽ തന്നെ വിധിയും പുറത്തു വന്നത് ഏറെ ആശ്വാസകരമാണ്. ഉദാഹരണമായ ഒരു വിഷയമായി തന്നെ ചൂണ്ടിക്കാണിക്കാനായി സാധിക്കും. എന്നിരുന്നാലും കുടുംബമടക്കം ഇപ്പോഴും ആവശ്യപ്പെടുന്നത് തൂക്കുകയർ തന്നെയാണ് ആ നരാധമന് ലഭിക്കേണ്ടതെന്ന് തന്നെയാണ്. വിചാരണ മുഴുവനും അടച്ചിട്ട കോടതി മുറിയിലായിരുന്നു നടത്തിയത്. വിചാരണ നടപടികൾ ക്യാമറയിലൂടെ പകർത്തി 50 പേരുടെ സാക്ഷിമൊഴികൾ ഈ കേസിന് ഏറ്റവും അധികം കരുത്തു പകർന്നു. ഡോക്ടറുടെ മാതാപിതാക്കൾ, പോലീസിലെയും CBIയിലെയും അന്വേഷണ ഉദ്യോഗസ്ഥർ, ഡോക്ടറുടെ സഹപ്രവർത്തകർ, ഫോറൻസിക് വിദഗ്ധ ഡോക്ടർമാർ എന്നിവരടക്കമുള്ള നിരവധി സാക്ഷികളെയാണ് കോടതി വിസ്തരിച്ചത്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.